കാലം ഒത്തിരി മാറിപ്പോയില്ലേ? അതിനനുസരിച്ച് നമ്മുടെ വസ്ത്രധാരണ രീതികളും മാറി. ജീൻസ്, ക്രോപ്പ് ടോപ്പ്, പാൻസ് അങ്ങനെ പലതുമായി. പക്ഷെ എങ്കിലും ഇന്ന് നമ്മുടെ മലയാളിക്കൊന്ന് ഉടുത്തൊരുങ്ങി സുന്ദരിയായി വരാൻ സാരി തന്നെ വേണമല്ലോ. സാരി പല രീതിയിലും സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങി നമ്മൾ. സാരി എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമോ? സംസ്കൃത പദമായ സാദി എന്ന എ പീസ് ഓഫ് ക്ലോത്ത് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ്. നമ്മൾ സാരിയെ പണ്ട് വിളിച്ചിരുന്നത് ചടാർ എന്നായിരുന്നു. ഇത് ഇന്നും ഇന്നലെയും കൊണ്ട് തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. 5000 വർഷത്തിലേറെ പഴക്കമുണ്ട് നാം ഇന്ന് കാണുന്ന സാരിക്ക്. ഒരു സ്ത്രീയുടെ ശാരീരിക ഭംഗിയും സൗന്ദര്യവും, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ എസ്തെറ്റിക്സും എലഗൻസും ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് അവളുടെ അച്ചയറിലാണ്. മലയാളിക്ക് അത് സാരിയാണ്. ഒരു ഓണക്കാലമായാലും കല്യാണമായാലും ഏതൊരു ആഘോഷ നിമിഷമാണെങ്കിലും നമുക്ക് വേണ്ടത് സാരിയാണ്. ഓരോ സാരിയും നെയ്തെടുക്കുന്നത് ദൈവികമായ കലയാണെന്നാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പലതരത്തിലുള്ള സാരികൾ നമുക്കിന്ന് ലഭ്യമാണ്. ബനാറസ് സാരികൾ, സിൽക്ക് സാരികൾ, ഡോളി, കാഞ്ചീപുരം, അങ്ങനെ ഏറെ. എല്ലാ സാരി പ്രേമികൾക്കും, ഇനി സാരി എന്താണെന്ന് പോലും അറിയാത്തവർക്കും വേണ്ടി ഡിസംബർ 21 വേൾഡ് സാരി ഡേ. ലെറ്റ് യുവർ എലഗൻസ് റിഫ്ലക്ട് ത്രൂ യുവർ സാരീസ്.